ഇവിടെ എനിക്ക് ഇടുക്കി കംപ്ലീറ്റ് വർക്ക് ഉണ്ടല്ലോ. മൂന്നാറൊക്കെ ഉണ്ട്. മൂന്നാറുണ്ട്, ശാന്തമാക. ഞങ്ങളൊപ്പം കൂടെ ഉണ്ടോ? ആ നന്നായിട്ട്. ഇന്നത്തെ ജോലിയുടെ ലിസ്റ്റ് അത്. ഇതാണ് ഇന്നത്തെ ജോലിയുടെ ലിസ്റ്റ്. ഇടുക്കി പ്രോഗ്രാം പൂർത്തിയാക്കട്ടെ. 2 ദിവസം കൊണ്ട് അത് കഴിഞ്ഞിട്ട് 30 എനിക്ക് മലപ്പുറം. അപ്പൊ ഇന്ന് തിരിക്കില്ല. അവിടെ നമ്മുടെ ഒരു ചങ്കുണ്ട്, നമ്മുടെ ഒരു ബ്രദറാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാർക്ക് വരുന്ന വഴി ഫസ്റ്റ് ഇറങ്ങിക്കുന്നത് ഇവിടെ ആയിട്ടാണ്. വെള്ളമൊക്കെ നല്ല കുറവാണ്, പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. കാണാനായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നല്ല അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10:30-11 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ട് ചെറുതായിട്ട് മഴ അങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മളിന്ന് ഇപ്പോൾ ഇരവികുളത്ത് എത്തിക്കാണ്. ഇരവികുളത്ത് നിന്ന് ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ട്. ഞാനത് കുടയൊക്കെ ആയിട്ട് പതിയെ പാർക്കിംഗ് നടന്നു പോകാമാണ്. ഇവിടുത്തെ ചാർജിൻ്റെ ലിസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ട് ആണെങ്കിൽ ഒരാൾക്ക് 125 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓർഡിനറി ക്യാമറയ്ക്ക് 45, പ്രൊഫഷണൽ ക്യാമറയ്ക്ക് 395. ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രൈസ് ലിസ്റ്റ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ കിട്ടി. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു 19 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ബാക്കിൽ അതുപോലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട്. നിങ്ങൾ നേരത്തെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ഡിലേ വരത്തില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങിയെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏറെക്കുറെ ഒരു 11-11:30 അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ താല്പര്യമുള്ളൊരു നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ക്യൂവും അതേപോലെ നിങ്ങൾക്ക് ടൈമൊന്നും ഇത്രയും പോകില്ല. ഞങ്ങളിപ്പോഴും ക്യൂവിൽ തന്നെയാണ്. പക്ഷേ ക്യൂവിൽ നിന്ന് അടുത്ത ക്യൂവിലേക്ക് സെക്ഷൻ മാറിയെന്ന് മാത്രം. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം, ജാക്കറ്റ് കാറിൽ വെച്ച് മറന്നുപോയി. പക്ഷെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇത് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടെ ഒന്നാമത് മഴ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ തണുപ്പും കോടയൊക്കെ വന്നിട്ട് അടിപൊളിയാണ്. ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല.
ഫുള്ള് കോടയാണ്. ഒരു നല്ല തണുപ്പുണ്ട്, ഫുള്ള് കോടയാണ്. നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ ഒരു നല്ല രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. എനിക്കൊരു പ്രത്യേക ഫീലിംഗ് ആണ്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ത്രില്ലാണ്, കാരണം ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെ മൃഗങ്ങൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങളവിടെ നിന്നൊരു സെക്യൂരിറ്റി ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മഴയായിരുന്നു ഇത്രയും നേരം. ഇപ്പം ഒന്ന് മഴയൊന്നും തോർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത്ര സമയം മഴയായിരുന്നുകൊണ്ട് മൃഗങ്ങൾ കാണോ എന്നത് സംശയമാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണെന്ന്. പിന്നെ ചേച്ചി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇവിടെ ഒരു ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസൊക്കെ ചേച്ചി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ എന്തായാലും നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈഡ്സ്, അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മ്ലാവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല, കാരണം അത് കുറച്ച് അകലെയാണ്. അപ്പോൾ അത് ശരിക്കും സൂം ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വരുന്ന സമയത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫുള്ള് കണ്ണന്തേവൻ്റെ പ്ലാന്റേഷനാണ്. ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഒത്തിരി വരയാടുകളെ കണ്ടു, പക്ഷെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നല്ല അകലെയാണ്. പിന്നെ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പാറക്കെട്ടുകളായിരിക്കും കാണാം, വരയാടുകളായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പോൾ അടുത്ത് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നടക്കാം. അപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്ക് ഒത്തിരി നടക്കാനുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിൻ്റെ അടുത്തെങ്കിലും നമുക്ക് നടക്കാനുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നടക്കുന്ന വഴിക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്ന കുട പോലെയൊക്കെ ഇങ്ങനെ ഓലയൊക്കെ വെച്ചിട്ട് കൂടാരം പോലെയൊക്കെ ഒത്തിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് അവിടെ വിശ്രമിക്കാനും സാധിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കൂടാരം പോലത്തെ കുട പോലെയൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അതാ കുടയൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. പക്ഷെ കുട എടുത്ത് ഇവിടെ വന്നപ്പോഴത്തേനും വെറുതെ, കാരണം വെയിലൊക്കെ തെളിഞ്ഞു, അത്യാവശ്യം വെയിലായിട്ടുണ്ട്, ചൂടൊക്കെ ഒന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്.
പക്ഷെ ഇപ്പോൾ ഇതാ ഈ ഇലയെ തൊട്ടാലും ഇലകൾക്ക് വരെ നല്ല തണുപ്പാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഞങ്ങൾ ഇതുവരെ മുകളിൽ എത്തിയിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നടന്നു വന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് നേരം വിശ്രമിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാനൊരു കുഞ്ഞു കൂടാരം പോലെ കാണിച്ചു, അതുപോലെയല്ല ഇത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാൻ മാതിരി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ടീപ്പോയൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞങ്ങൾ നടന്ന് വ്യൂ പോയിൻ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാക്കിൽ കാണാൻ കഴിയുന്നുണ്ടാവും പ്രവേശനം ഇതുവരെ. അപ്പോൾ ഇവിടെ വരെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, പ്രത്യേകിച്ച് നല്ല കാറ്റാണ്. ഇതാ കണ്ടോ തേയില കൊണ്ടുപോകുന്നുണ്ടോ, ട്രക്കിൽ തേയിലയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ മോളിൽ പോയി വ്യൂ പോയിൻ്റ് കണ്ടു, നിങ്ങളും കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതിപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളവിടെ വ്യൂ പോയിൻ്റ് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് ചെയ്യാൻ കാരണമുണ്ട് കേട്ടോ, അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെയാണ് റെസ്റ്റ് ചെയ്തത്. നല്ല അടിപൊളി തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന വെള്ളം പോലെ ഉണ്ട്. നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇത് എനിക്ക് തോന്നുന്നു മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. മോളിൽ നിന്ന് ഓസ് ഇട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഒരു ബ്ലാക്ക് കളർ ഓസ്, ഒരു ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം വെച്ചൊന്ന് പോകാൻ കഴിയട്ടെ കേട്ടോ. നല്ല തണുപ്പാണ് വെള്ളം, നമ്മൾ നല്ല ഫ്രഷ് ആവും. ആൾ കാണുന്നില്ലേ ബാക്കിൽ? അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആളിതാ സ്റ്റോപ്പായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ആൾ പതിയെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആളിങ്ങനെ ഫോളോ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ ആളിങ്ങനെ നടക്കുകയാണ്. ആളെ ഞങ്ങൾക്ക് പിടി വരുന്നില്ല ക്യാമറയ്ക്ക്. പറയട്ടെ, ഇത്രയും നേരം ഭയങ്കര നമുക്ക് കണ്ണുപോലും എത്തില്ലായിരുന്നു, അത്ര അകലെയായിരുന്നു ആള്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കൈ വെച്ച് തൊടാം, അത്രയ്ക്ക് അടുത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ഈ വ്യൂ പോയിന്റിൽ നിന്ന് പോണേക്കാൾ മുമ്പ് ഈ ആടിനെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ആൾക്കാരൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പം അന്നേരം ഞങ്ങൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ ആയിരിക്കും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്ര അടുത്ത് കാണാൻ ഞങ്ങൾ ഒരിക്കലും ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം അത് കൈ വെച്ചിട്ട് തൊടാം, അത്രയ്ക്ക് അടുത്തുള്ള ആളൊന്ന് പുല്ല് തന്നുകൊണ്ടിരിക്കും. ഇത്ര അടുത്ത് നമ്മുടെ അടുത്തിൻ്റെ ആൾ, പക്ഷെ തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തൊടാൻ എനിക്ക് കുറച്ച് പേടി കൂടി ഉണ്ട്. തിരിച്ചു വന്ന് കുത്തിട്ടൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഏറെക്കുറെ ഇത്ര അടുത്ത് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം.
നാഷണൽ പാർക്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരട്ടെ. അതാ ഇതാണ് ആ ബോർഡ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എഴുതി വെച്ച നമുക്കിതാ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ റെഡിൽ ഈ വെട്ടി വെച്ചിട്ടുണ്ട്. അതായത് പൂക്കളൊന്നും പറിക്കാൻ പാടില്ല, അതേപോലെ നമ്മൾ പൊതുസ്ഥലത്ത് മൂത്രവിസർജനമൊന്നും നടത്താൻ പാടില്ല, അതുപോലെ തന്നെ മദ്യം അതൊന്നും അലൗഡല്ല, അതുപോലെ വേസ്റ്റ് പ്ലാസ്റ്റിക് പോലെയുള്ള വേസ്റ്റുകൾ, അതുപോലെ സ്മോക്കിംഗ് ഇതൊന്നും ഇവിടെ അലൗഡല്ല. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നായിരുന്നു പൊതുസ്ഥലത്ത് മൂത്രവിസർജനം നടത്താൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനുള്ള പരിഹാരം എന്തായിരിക്കും. അപ്പോൾ ഇതാ അവിടെ കണ്ടോ, അത് തന്നെയാണ് ഇവിടുത്തെ പരിഹാരം. അപ്പോൾ നമ്മുടെ വനം വകുപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തി തന്ന സജ്ജീകരണമാണ് അത് ഈ ടോയ്ലറ്റാണ്. ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഒരു ഇല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ആ ഇലയ്ക്ക് മാത്രം ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയേ, ഇത് നമ്മുടെ കാട്ടുമുന്തിരിയാണ്. ഇത് പറിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആരെങ്കിലും മുള്ളുണ്ട് കൈ കയറി, കാരണം ഇത് നല്ല മുള്ളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇലയിൽ, നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. പാടില്ലാന്ന് പറഞ്ഞ സാധനം തന്നെ ചെയ്തപ്പോൾ കയ്യിൽ മുള്ളൊക്കെ കയറിയിട്ടുണ്ട്. ഇത് കാട്ടുമുന്തിരിയാണ്, പക്ഷെ മുന്തിരി ഒന്നും കാണുന്നില്ല, നല്ല ഇലയുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല കട്ടിയുണ്ട്, എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ ഇല കണക്കിരിക്കുന്നത്. പക്ഷേ ഈ മുന്തിരിയുടെ ഇലയുടെ ഏകദേശം ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇതാ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് രണ്ടും ഡിഫറൻസ് ശരിയാ. ഇതും കാട്ടുമുന്തിരി ഇതും കാട്ടുമുന്തിരി. ഇതിനെ കാട്ടുമുന്തിരി മഞ്ഞ നിറത്തില ഉണ്ടാവും, ഇതിനെ ചുവപ്പ് നിറത്തിലുണ്ടാവും. ഇത് മുന്തിരിയാണോ? ഇത് മുന്തിരി പൂവാണോ? അല്ല, ഇതില്ല. ഇത് വരച്ചിട്ട് ഇത് വരച്ചിട്ട് രണ്ടും കാട്ടുമുന്തിരി. ഇത് ചുവന്ന നിറത്തിലുണ്ടാവും, ഇത് മഞ്ഞ നിറത്തിലുണ്ടാവും. ഇത് പുളിപ്പ് ഇനിപ്പും ഉണ്ടാവും, ഇത് തോപ്പും പുളിപ്പും ഉണ്ടാവും. ഇതിന് കളർ വ്യത്യാസം ഉണ്ടല്ലേ? ഇതിന്റെ ഇലയ്ക്കും ഡിഫറെന്റ് ഉണ്ടാവും. ഇതാണല്ലേ ഉണ്ടല്ലോ, ഇത് മഞ്ഞ നിറത്തിലുണ്ടാവും. ഇത് പൂവാണല്ലേ? ഇല്ല, ഇത് ഈ മഞ്ഞ നിറത്തിലുണ്ടായിരുന്നത് കഴിച്ചെടുത്തതാ. അതിന് കായാണത്. ഇത് കായ ഉണ്ടല്ലോ, ഇതാണ് കായ്. ഇത് കായ് ഇങ്ങനെ കായഞ്ഞിട്ട് ഇങ്ങനെ മഞ്ഞ നിറത്തില. ഇന്നും ഈ മഞ്ഞ ഉണ്ടല്ലോ, ഈ ഫുള്ളായിട്ട് ആ മഞ്ഞയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് മാത്രം ഇത് പറിക്കാൻ പാടല്ലോ. ഇതിന് മധുരാണല്ലേ? ഇത് പുളിപ്പ് മാത്രവും. ഇവിടെ മൃഗങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുക? മൃഗങ്ങളില്ല, ഇവിടെ വരയാട് മാത്രമേ ഉള്ളൂ. വരയാട് മാത്രമേ ഉള്ളൂ. ബാക്കി മൃഗങ്ങളുണ്ട് ഇതിന്റെ അപ്പുറത്തെ സൈഡാ, മോളില്. സംഭവം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളത് കണ്ടിട്ട് കയറി പറിക്കും, പക്ഷെ പറിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും, കാരണം നല്ല മുള്ളുണ്ട്, കുഞ്ഞു കുഞ്ഞു മുള്ളുകളാണ്. അപ്പോൾ നമ്മുടെ ഇരവികുളത്തെ നാഷണൽ പാർക്കിലെ നമ്മുടെ ടൂർ അവസാനിച്ചേക്കാണ്. നമ്മളിപ്പോൾ ഇവിടെ ബസ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാ നല്ല കാറ്റായിട്ടോ. നമ്മളിപ്പോൾ തിരിച്ചു പോകുന്ന സമയത്തിന് ഭയങ്കര കാറ്റ്. പിന്നെ ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾ നമുക്കിവിടുത്തെ കാട്ടുമുന്തിരിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് മുന്തിരിയൊക്കെ പറിച്ചു തന്നു, ഞങ്ങൾ കാണിച്ചു തന്നു സംഭവമൊക്കെ. അപ്പോൾ ഈ സാറ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അപ്പോൾ ഒരു പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൂടി കിട്ടിയേക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായേക്കാണ്, ഒരു 1 മണിയൊക്കെ ആവാറായിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് ഹോംലി മീൽസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ഒരു വൈറ്റ് റൈസ് ആയിരുന്നു, എനിക്കപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ബോർഡൊക്കെ പിടിച്ചിട്ട് ഒരു ചേട്ടൻ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് ഫുഡ്. അപ്പോൾ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് വഴി, ഇതാ വീടാട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിന് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് നല്ലൊരു ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ലൈജു ചേട്ടനാണ് നമുക്ക് ആ ഫുഡ് തരുന്നത്. അപ്പോൾ ഞാൻ ചേട്ടനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ഫുഡാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ എന്തായാലും പരിചയപ്പെടുത്താം. നമസ്കാരം, എൻ്റെ പേര് ലൈജു ആണ്. ഇത് നമ്മൾ മൂന്നാറിൽ നിന്ന് ജസ്റ്റ് ഒരു 4 കിലോമീറ്ററും ഇവിടുന്ന് ഒരു ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് 2 കിലോമീറ്റർ പോകുന്നു. ഇതിൻ്റെ പേര് കന്നിമല എന്നാണ്. കന്നിമല ഫാക്ടറിയുടെ അടുത്താണ് ഈ സ്ഥലമുള്ളത്. വീട്ടിൽ ഫാമിലി ഫുഡായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇട ദിവസം വന്നിട്ട് ഒരു 10-30 ഊണും അല്ലാത്ത ദിവസം 50 ഊണും, പിന്നെ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഊണും ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒയോ വഴിയിട്ടാണ് നമ്മുടെ റൂമൊക്കെ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഏതാണ്ട ചെടികളുടെയൊക്കെ ഇടയ്ക്കോടെയാണ് നമ്മൾ പോണേ. അപ്പോൾ റൂം എങ്ങനെയാണെന്ന് അറിയില്ല, അതൊക്കെ സർപ്രൈസാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.